ഞാനിപ്പോൾ ഒരു ലൈവിൽ വരുന്നത് ഇന്ന് ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കുറച്ച് പോസ്റ്റർ ഒട്ടിച്ചിരുന്നു. ഞാൻ പോസ്റ്റർ ഒട്ടിക്കുന്നില്ല എന്ന് വിചാരിച്ചതാണ്, പക്ഷേ പ്രചരണത്തിൽ പിറകിലായി പോകുമോ എന്ന് കരുതി, ആളുകൾ മത്സരിക്കുന്നില്ല എന്ന് ചിന്തിക്കുമോ എന്ന് കരുതി ഞാൻ പോസ്റ്റർ ഒട്ടിക്കാൻ തീരുമാനിച്ചു. വളരെ കുറച്ച് പോസ്റ്ററാണ്. വീടുകളിൽ എനിക്ക് പൊട്ടിക്കാൻ സ്ഥലമില്ലായിരുന്നു. അതുപോലെ ഫ്ലെക്സ് ഒരു 10ഓളം ഫ്ലെക്സ് വെച്ച്. എന്നാൽ ഇത് പൊതുവിൽ ഞാൻ ഇതിന് എതിരാണ്. കാരണം ഈ പ്രചരണ രീതി മാറേണ്ടതാണ്. ഇതൊക്കെ ഒരു പഴഞ്ചൻ പരിപാടിയാണ്. യഥാർത്ഥത്തിൽ വേണ്ടത് നമ്മൾ ഈ പുതിയ രീതിയിലേക്ക് നമ്മൾ ചുവട് മാറണം. ഉദാഹരണത്തിന് യൂറോപ്യൻ രീതിയിലേക്ക്, അതായത് ഈ തിരഞ്ഞെടുക്കപ്പെടുന്ന അല്ലെങ്കിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ഒരു സംവാദം വെച്ചിട്ട്, ഇത് എനിക്ക് തോന്നുന്നു നിയമസഭാ തിരഞ്ഞെടുപ്പിന് ആ നിലയുണ്ടെന്ന് തോന്നുന്നു. വാർഡ് തിരഞ്ഞെടുപ്പിലും പിന്നെ ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പിലും ഇതുപോലെ നമ്മൾ ഒരു സംവാദം വയ്ക്കുകയാണ്. എന്താണ് ഇവരുടെ ആശയം, എന്താണ് വികസനത്തെ കുറിച്ച് അവരുടെ കാഴ്ചപ്പാടെന്താണ്, സുസ്ഥിര വികസനം എന്താണ്, അല്ലെങ്കിൽ പരിസ്ഥിതി, മാലിന്യ സംസ്കരണം, അതുപോലെ കൃഷി, ഇത്തരത്തിലുള്ള എല്ലാ സംഗതികളെക്കുറിച്ചും ഇത്തരം വിഷയങ്ങളെക്കുറിച്ചെല്ലാം മനുഷ്യരെ നേരിട്ടും അല്ലാതെയും ബാധിക്കുന്ന പ്രശ്നങ്ങളെ പറ്റിയുള്ള സംവാദം നടത്തുക. അതിലാരാണോ മിടുക്കൻ, അല്ലെങ്കിൽ അതിൽ ആരുടെ ആശയമാണോ നല്ലത്, അവർ വിജയിക്കുന്ന ഒരു നിലയിലേക്കൊക്കെ യഥാർത്ഥത്തിൽ എത്തേണ്ടതാണ്. ഇനി വിജയിച്ചില്ലെങ്കിൽ പോലും ഒരു ആശയ പ്രചാരണം, ആളുകൾ ഇത് കേൾക്കാൻ കൂടുന്നവരിൽ ഒരു ആശയ പ്രചരണം ഉണ്ടാകും. ആശയപരമായി അവർ വളരെ സമ്പന്നമാകും. അത്തരത്തിലൊരു ബോധമുണ്ടാകും. പതിയെ നമ്മളും ഒരു നല്ല നിലയിലേക്ക്, ഒരു നല്ല ജനാധിപത്യ ബോധത്തിലേക്ക് നമ്മൾ വരും. എന്തായാലും ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ ഒട്ടിച്ച പോസ്റ്ററുകൾ, ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, 2ാമത്തെ സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. 3ാമത് വന്നത് BJP സ്ഥാനാർത്ഥിയാണ്. 4ാമത് UDFൻ്റെ കാൻഡിഡേറ്റ് വന്നു. 1ാമത് CPIMൻ്റെ സ്ഥാനാർത്ഥി തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ എന്നോടൊപ്പം മത്സരിച്ച 4 പേരായിരുന്നു. ഞാൻ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫർ ഉണ്ടായിട്ട് ഞാനതൊന്നും മത്സരിക്കാതെ സ്വതന്ത്രമായ നിലപാടിൽ തന്നെ ഞാൻ ഉന്നയിച്ച വിഷയങ്ങളെ ആസ്പദമാക്കി നിന്നു. കുറേ വെട്ടിക്കവലിൽ നല്ലൊരു വിഭാഗം ജനങ്ങൾ എനിക്ക് വോട്ട് ചെയ്തു, എന്നോട് ഐക്യപ്പെട്ടു. അവർക്കെല്ലാം നന്ദി, നമസ്കാരം. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത വെളിയിലുള്ള ഒരുപാട് ആളുകളുണ്ട്. അവരോടെല്ലാം എനിക്ക് നന്ദിയുണ്ട്, സ്നേഹമുണ്ട്. ഞാൻ ഉന്നയിച്ച വിഷയങ്ങളെ അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ പോസ്റ്ററുകൾ ഒട്ടിച്ചത് ഞാൻ അങ്ങ് ഇളക്കാം എന്ന് തീരുമാനിച്ചു. ഞാൻ പോസ്റ്റർ ഒട്ടിക്കുന്നില്ലെന്ന് വിചാരിച്ചു. എന്തായാലും ഈ പോസ്റ്റർ പ്രചരണം അങ്ങ് ഒഴിവാക്കാം എന്ന് കരുതി. അതുകൊണ്ട് ഈ പോസ്റ്റർ ഇളക്കുന്ന ഒരു പ്രവൃത്തിയിലേക്ക്, ഇത് ഞാൻ തന്നെയാണ് ഒട്ടിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഉത്തരവാദിത്വം എനിക്ക് തന്നെയാണ്. ഞാനിത് അങ്ങ് ഇളക്കാം എന്ന് കരുതി. എല്ലാവരും ഇതൊരു മാതൃകയായി ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ. എന്തായാലും ഞാനിത് ഇളക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആ ഒരു പ്രവൃത്തി, കാരണം ഇത് എല്ലാവർക്കും ഒരു മാതൃക ആയിക്കോട്ടെ എന്ന് കരുതി ഞാൻ ഇത് ചെയ്യുന്നേ ഉള്ളൂ. ഇളക്കി തുടങ്ങി. അപ്പോൾ എൻ്റെ പോസ്റ്റർ മാത്രം, കാരണം മറ്റുള്ളവരുടെ ഇളക്കിയാൽ അത് മറ്റു രീതിയിലേക്ക് ആളുകൾ വ്യാഖ്യാനിക്കുമെന്നുള്ളത് കൊണ്ട് എൻ്റെ പോസ്റ്റർ ഞാൻ അങ്ങ് ഇളക്കാം എന്ന് കരുതി. കാരണം ഞാൻ ഒറ്റയ്ക്കാണ് പോസ്റ്റർ ഒട്ടിച്ചത്. പിന്നെ അതുപോലെ തന്നെ മറ്റൊന്ന്, എന്നെ ഈ പോസ്റ്റർ ഒട്ടിക്കാൻ ഇവിടെ എനിക്ക് ആരും സഹായിയില്ലായിരുന്നു. പക്ഷേ തിരുവനന്തപുരത്ത് അതുപോലെ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് ഒരുപാട് പേര് എന്നെ സഹായിക്കാൻ എത്തിയിരുന്നു. അവർക്കെല്ലാം നന്ദി. അവരൊരു പക്ഷേ ഈ വീഡിയോ കാണുന്നുണ്ടാവും. രാത്രികളിലാണ് കുറേ പോസ്റ്റർ ഒട്ടിച്ചത്. കൂടുതൽ പോസ്റ്റർ ഞാനും വേറെ 2-3-4 സുഹൃത്തുക്കൾ എന്നെ സഹായിച്ചു. വാളകത്തുള്ള ആരുടെയും പേര് പറയുന്നില്ല. തിരുവനന്തപുരത്ത് നിന്ന് ചില സുഹൃത്തുക്കൾ വന്നു, കോട്ടാത്തലയിൽ നിന്ന് വന്നു. എല്ലാവർക്കും എന്നെ സഹായിച്ച, ഈ തെരഞ്ഞെടുപ്പിന് എന്നെ സഹായിച്ച മറ്റു വാർഡുകളിൽ, മറ്റു സ്ഥലങ്ങളിലുള്ള എല്ലാ ആളുകൾക്കും എൻ്റെ നന്ദി, നമസ്കാരം. ഒരു പക്ഷേ വെട്ടിക്കവലയിൽ എനിക്കൊരു 2 പേരെന്നെ സഹായിക്കാൻ എത്തുമായിരുന്നു. ഒന്ന് അജീഷ് എന്ന് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്താണ്. പുള്ളിക്കാരന് അവിചാരിതമായി ഒരു സ്ട്രോക്ക് വരികയും അതിനോടനുബന്ധിച്ച് അദ്ദേഹം കോമാ സ്റ്റേജിലായി. പിന്നീട് അദ്ദേഹം മരണപ്പെട്ടു. അജീഷ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ പലവട്ടം പറയുമായിരുന്നു, കൊച്ചിനെണ്ണം മത്സരിക്കണം, സ്വതന്ത്രമായി മത്സരിക്കണമെന്ന് തന്നെ പറയുമായിരുന്നു. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം കൂടി ഞാൻ സാധിച്ചു. എനിക്ക് വിജയിക്കാൻ സാധിച്ചില്ല. പക്ഷേ അജീഷ് എന്നോടൊപ്പം ഉണ്ടായിരുന്നുവെങ്കിൽ ധൈര്യസമേതം എന്നോടൊപ്പം വെട്ടിക്കോല വാർഡിൽ തെരഞ്ഞെടുപ്പിന് എന്നെ സഹായിക്കാൻ എത്തുമായിരുന്നു എന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. ബാക്കി ആളുകൾ നേരിട്ട് വരാൻ ഭയമുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു. അവരാരും വന്നില്ല. അതിലെനിക്ക് പരാതിയില്ല. എന്നാലും